ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബയോമെഡിക്കൽ ടെക്നോളജി വിംഗ് ലബോറട്ടറിക്ക് കീഴിൽ മെഡിക്കൽ സാമഗ്രികൾ എത്തിക്കുന്ന കരാറുകാരനെതിരെ ഭീഷണി എന്ന വാർത്ത കൂടി വരികയാണ്. റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ്. CITU തൊഴിലാളികളാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഒരു ലോഡ് സാധനം ഇറക്കുന്നതിന് 85,000-ഓളം രൂപയാണ് കൈക്കൂലിയായി ചുമട്ടുതൊഴിലാളികൾ ആവശ്യപ്പെട്ടത്. ഭീഷണി മൂലം ലോഡ് ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ല എന്നുമാണ് കരാറുകാരൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. ആദ്യം നമുക്ക് പ്രതികരണം കേൾക്കാം. ഞങ്ങൾ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കോൺട്രാക്റ്റിംഗ് വർക്ക് എടുത്ത ഒരു ഫാപ്ടെക് ടെക്നോളജി എന്നുള്ള കോൺട്രാക്ടറാണ് ഞങ്ങൾ. സാധാരണ ഒരു ക്രെയിൻ വെച്ച് ഇറക്കേണ്ട പരിപാടിയുള്ളൂ. ക്രെയിൻ വെച്ച് ഇറക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 5,000-6,000 കൊണ്ട് തീരുന്ന പണിയാണ്. അപ്പോൾ ഇവർ യൂണിയൻ കാർഡ് അല്ലെങ്കിൽ പോർട്ടർമാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ടണ്ണിന് 4,900, അതായത് 5,000 രൂപയോളം വേണമെന്നാണ് പറയുന്നത്. 5,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 × 17 ബില്ലറ്റാ 80,000 രൂപ അത്രയേ വരൂ. ഒരു 2-3 ആൾക്കാർ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. നീ വാട കാണാമെന്ന് പറഞ്ഞിട്ട്. അരുൺ സോളമനുണ്ട്. അരുൺ, അത്തരത്തിൽ ഭീഷണിപ്പെടുത്തേണ്ടുന്ന എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായത്? ഒരു ലോഡ് ഇറക്കുന്നതിന് 85,000 രൂപയൊക്കെ കുറച്ച് കൂടുതലല്ലേ? വിനീത, കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയിൽ നിന്നും ഈ പൂജപ്പുര ശ്രീ ചിത്രയുടെ റിസർച്ച് സെന്ററിലെ ലാബിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുമായിട്ട് ഈ ലോറിയിൽ 17 ടൺ ലോഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ 1 ടൺ ലോഡ് ഇറക്കുന്നതിന് CITU തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് 4,972 രൂപയാണ്. ഇത് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് കരാറുകാരൻ വ്യക്തമാക്കിയത്. കാരണം ഇവർ വന്നപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു ക്രെയിൻ കൂടി വിളിച്ചിരുന്നു. ഈ ക്രെയിൻ ഇന്നലെ വൈകുന്നേരം തിരിച്ചയക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. നിലവിൽ ഇപ്പോഴും ഈ ലോഡ് ഇവിടെ പൂജപ്പുര റിസർച്ച് സെന്ററിൽ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഈ ലാബിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് കൊണ്ടുവന്ന ലോറിയാണ് നിലവിൽ ഇപ്പോൾ ഈ ലോഡ് ഇറക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് മാറിയത്. നിലവിൽ കരാറുകാരൻ ഇന്നലെ പൂജപ്പുര പോലീസിൽ പരാതി നൽകിയെങ്കിലും ലേബർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ പോലീസിന് അറിയില്ല എന്ന് പറഞ്ഞ് പോലീസ് പരാതി എടുക്കാതെ കരാറുകാരനെ പറഞ്ഞയക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയപ്പോൾ CITU നേതാക്കളും ചുമട്ടുതൊഴിലാളിയിലെ മറ്റ് പ്രവർത്തകർ അടക്കമുള്ളവർ വന്ന് ഈ കരാറുകാരനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ നേരിൽ കണ്ടതുകൂടിയാണ്. അദ്ദേഹത്തിനെ വളരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു. നീ വന്നാൽ മതി, കണ്ടോളാം എന്ന രീതിയിൽ ചില പ്രവർത്തകർ അത്തരത്തിൽ വാക്കുകൾ, പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ശ്രീ ചിത്രയ്ക്ക് ഈ ലേബർ തൊഴിലാളികളുമായിട്ട് ഒരു കരാറുണ്ട് എന്നുള്ളതാണ് നിലവിൽ CITU ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ ഇത് നിലവിൽ ഈ ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്കോ കരാറുകാർക്കോ അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും ലേബർ വകുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി ശിവൻകുട്ടി ഈ വിഷയത്തിൽ ഇടപെട്ടാൽ മാത്രമേ എന്തായാലും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ലോഡ് ഇറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വിനീത്, അതുതന്നെയാണ് അവിടുത്തെ പ്രശ്നവും. അരുൺ സോളമനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും മന്ത്രിയുടെ ഒരു അടിയന്തര ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.